പ്രായം ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോഴത്തെ ഈ ആരോഗ്യം അത് എപ്പോഴും നിലനിൽക്കുന്ന ആരോഗ്യമല്ല, എപ്പോഴും നിലനിൽക്കുന്ന ആരോഗ്യമല്ല, ആണോ? ആരോഗ്യമല്ല. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഇവന്റെ മുഖത്ത് ഒരു ചെറിയ നര ബാധിച്ചപ്പോഴേക്ക് സെലൂണിൽ പോയിട്ട് നോക്കുമ്പോ എന്റെ മുഖത്ത് ഇപ്പൊ താടി രോമങ്ങളിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ് ഇട്ട് കാണുക. ഇടക്കിടക്ക് ഫുള്ളൊന്നുമല്ല, ഫുള്ള് നരച്ചിട്ടൊന്നുമില്ല, ഈ കറുപ്പുള്ള താടിന്റെ ഇടക്കൊന്നിങ്ങനെ ഒന്നിങ്ങനെ. അപ്പൊ ഈ മുടി കട്ടാക്കണ ഈ ബാർബറിനോട് പറയാണ്, ആ ബെൽറ്റ് ഇട്ടുള്ളതെല്ലാം ഉണ്ട് നടുവിൽ, അതെല്ലാം എല്ലാം കട്ടാക്കിയിട്ടാവാ ഇല്ലേ പറയാറ്. ഒന്നു ചെണ്ടല്ല ബെൽറ്റ് ഇഞ്ഞെല്ലാം ഒന്നും ചെണ്ട് നടുവിൽ ബെൽറ്റ്, അത് മെല്ലെ ഒന്ന് കട്ടാക്കിയിട്ടേ. ഇനിയിപ്പോ അടുത്ത ആഴ്ച വന്നപ്പോഴേക്ക് ഓനോട് പറയാണ്, ബാർബർ പറയാണ്, എന്തുള്ള ആറായോണ്ടേ പോയിട്ടുണ്ട് ഫുള്ള് ആവട്ടെ, ബെൽറ്റതെല്ലാം എട്, കറുത്തത് മാത്രമാക്കി വെച്ചമേ. എന്താ കാരണം? മുഖത്ത് ഒരു നര ഉണ്ടാകുന്നത് തീരെ ഇഷ്ടമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് ആദ്യം നര ബാധിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നര ബാധിച്ചപ്പോ സാറാ ബീവി റളിയല്ലാഹു അൻഹാ അത് കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് ശഅറത്തുൻ ബൈളാ, അതേ വെള്ള രോമം ഇങ്ങനെ കണ്ടപ്പോ സാറാ ബീവി പറഞ്ഞു, മനുഷ്യ നിങ്ങൾക്ക് അതൊന്നും എടുത്തു കളഞ്ഞുകൂടെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് എടുത്തു കളഞ്ഞില്ല. മുഖത്തുള്ള നര ബാധിച്ചത് എടുത്തു കളയാനുള്ളതല്ല. പാഠം, നിനക്ക് ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ എന്നെ രസമല്ലേ? സുബ്ഹാനല്ലാഹ്, മുഖത്ത് താടി രോമങ്ങൾ നിരക്കാൻ തുടങ്ങിയാൽ പിന്നെ സമയമായി എന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ തന്നെ താടി രോമം നിരക്കണമെന്നില്ല. എത്ര പേരാണ് ചെറുപ്പക്കാര് പോയി കബറിൽ കിടന്നിട്ടുള്ളത്, എത്ര യുവതികളാണ് പോയി മരിച്ചിട്ട് കബറിൽ കിടന്നിട്ടുള്ളത്. നിരക്കണമെന്നില്ല, നര ബാധിക്കണമെന്നില്ല. മറിച്ച് അല്ലെങ്കിൽ തന്നെ മുഖത്ത് എവിടെയെങ്കിലും ഒരു നര കണ്ടാൽ അത് ഇസാലത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നീക്കാതിരിക്കലാണ് നല്ലത്. എന്തേ കാരണം? ഇടക്കിടക്ക് കണ്ണാടി എടുത്തു നോക്കണം. നോക്കുമ്പോഴോ നിരക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടിക്കറ്റ് എടുക്കാൻ സമയമായി, യാത്ര പോകാൻ സമയമായി. ഏത് യാത്ര? ലണ്ടനിലേക്കുള്ള യാത്രയല്ല, അമേരിക്കയിലേക്കുള്ള യാത്രയല്ല, കാനഡയിലേക്കുള്ള യാത്രയല്ല, യൂറോപ്യൻ നാടുകളിലേക്കുള്ള യാത്രയല്ല. പോയി ഒറ്റക്ക് കിടക്കാനുള്ള ഖബറാകുന്ന വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് മലക്ക് വന്നു. മലക്ക് വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റ വിളിയാണ്, ഇബ്രാഹിം. നേരത്തെ ഇബ്രാഹിം എന്നില്ലായിരുന്നു, ഇബ്രാഹിം എന്ന് മാത്രമായിരുന്നു നേരത്തെ, ഇല്ലായിരുന്നു. ഈ മുഖത്ത് നിരക്കാൻ തുടങ്ങിയപ്പോ മലക്ക് വന്ന് വിളിച്ചു പോയി, ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ ഉള്ളതിനേക്കാളും വലിയ ഗാംഭീര്യതയാണ് ഇബ്രാഹിം. ഇതൊരു ഗാംഭീര്യല്ലേ? എന്താണ് പറഞ്ഞതിനർത്ഥം? അപ്പറഞ്ഞതിനർത്ഥം ശരീരത്തിലെ രോമം നരബാധിച്ചപ്പോഴാണ് ആ ഗാംഭീര്യത കിട്ടിയത്. ഗാംഭീര്യത കിട്ടിയപ്പോ ആ ഹാ എന്ന അക്ഷരത്തെ അല്ലാഹു തആല കൂട്ടിക്കൊടുത്തു, ഗാംഭീര്യതയുടെ അക്ഷരമാണ്. എന്നിട്ട് മലക്ക് വന്ന് വിളിച്ചു, ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ വിളി കേട്ടപ്പോ സന്തോഷം തോന്നിപ്പോയി. എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്ക് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വാനലോകത്തുള്ള ആളുകൾക്കിടയിലും ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ അല്ലാഹു തആല നിങ്ങളെ വലിയ ബഹുമാനമുള്ള ആളാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ശരീരത്തിന് അല്ലാഹു ഗാംഭീര്യത തന്നു. ഏതാണ് ഗാംഭീര്യത? അതാ നിങ്ങളുടെ മുടികളൊക്കെ നരക്കാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങളുടെ പേരിലും അല്ലാഹു തആല ഗാംഭീര്യത തന്നു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയോട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നരച്ചപ്പോൾ അത് ഗാംഭീര്യതയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഒരൊറ്റ ദുആയാണ്, ഫസിദ്നി നൂറാ, അല്ലാഹുവേ എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ കഴിഞ്ഞപ്പോഴേക്ക് അതാ താടിരോമങ്ങൾ മുഴുവനും ഒറ്റ രോമവും ബാക്കിയില്ലാതെ താടിരോമങ്ങൾ മുഴുവനും താടിരോമങ്ങൾ മുഴുവനും നരച്ചുപോയി. കാരണം എന്താണ്? നര എന്ന് പറഞ്ഞാലോ അത് പ്രകാശമാണ്. അതുകൊണ്ടല്ലേ ആ പ്രകാശമാകുന്ന നരയെ ഒരുത്തൻ എടുത്തു കളഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രകാശത്തെ എടുത്തു കളഞ്ഞതിന് തുല്യമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നര ബാധിച്ചാൽ അത് വാളാണ്. നൗഫൽ സഖാഫി തങ്ങളുപ്പാപ്പയുടെ സ്ഥാപനത്തിൽ വന്ന് വാള് പറഞ്ഞാൽ എത്ര വാള് പറയൂ? ഏറിയാൽ 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ. ഇതുപോലെ 6 വന്ന് വാള് പറഞ്ഞാലോ ഒരു ചെറിയ സമയത്തിന്റെ വാള്. ആ വാള് നമ്മൾ ഇങ്ങനെ കേൾക്കും, നമ്മളത് വിടൂന്നല്ലാതെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്കൊരു വാള് വേണം. അത് ഏതാണ് നമ്മുടെ ശരീരത്തിലുള്ള വാള്? താടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ, തലയിലെ മുടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മെ വാള് പറയാണ്, ഇതാ നരച്ചിട്ടുണ്ട്, പോകാൻ സമയമായി എന്നതിനുള്ള ഉപദേശമാണ്. ആ ഉപദേശം നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തില് ഒരിക്കലും നിങ്ങളതാ ആ നരയോട് വിമുഖത കാണിച്ചിട്ട് അതിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യല്ലേ. ഇതുപോലെ തന്നെ പ്രായമുള്ളവരെ കാണുമ്പോ നമുക്ക് അരപ്പം വെറുപ്പം തോന്നാൻ പാടില്ല. പ്രായമുള്ളവരെ കാണും. എന്തേ കാരണം? പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ പോലെയാണവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കുറെ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രായമുള്ളവർക്ക് കുറെ അനുഭവങ്ങൾ പറയാനുണ്ടാകും, കുറെ അനുഭവങ്ങൾ കേൾക്കാനുണ്ടാവും. അല്ലെ? പ്രായമുള്ളവർക്ക് കുറെ അനുഭവം ഉണ്ടാവും. ചെറിയ അനുഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാവും പ്രായമുള്ളവർക്ക്. ആ പ്രായമുള്ളവർക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ആ അനുഭവം പ്രായമുള്ളവരതാ പറഞ്ഞു തരുന്നത് കേൾക്കണം, എന്നിട്ടോ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം, എന്നിട്ട് പാഠം പഠിക്കണം. ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. പ്രായമുള്ളവരിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അവരുടെ മുഖത്ത് നരബാധിച്ചിട്ടുണ്ട്, തലയിൽ മുടി നരബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഉപദേശമാണ്. പ്രായമുള്ളവരെ കാണാൻ പോകണം. പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ അവർ ഉമ്മത്തിൽപ്പെട്ട അമ്പിയാക്കളെ പോലെയാണ്. എന്തേ അതങ്ങനെ അമ്പിയാക്കളെ പോലെ എന്ന് പറയാൻ കാരണം അമ്പിയാക്കൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതുപോലെയാണ് പ്രായമുള്ളവർ. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കഥ പഠിക്കാനുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. അവരുടെ മുഖത്ത് താടിരോമങ്ങൾ നരച്ചിട്ടുണ്ട്. അവരുടെ തലയിൽ തലമുടി നരച്ചിട്ടുണ്ട്. ആ നരകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ നരകൾക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, എന്റെ മുഖത്തുള്ള രോമങ്ങളെല്ലാം കൂടി നരച്ചിട്ടില്ല, തീരെ നരച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. 1-2 നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് സ്റ്റേജിലുള്ള നമ്മുടെ ഉസ്താദുമാർ അവരുടെ മുഖത്ത് ഒരുപാട് രോമങ്ങൾ നരച്ചിട്ടുണ്ട്. ആ രോമങ്ങൾ നരച്ച അവരിൽ നിന്ന് 1-2 മാത്രം നരച്ച എനിക്ക് ഒരുപാട് കഥ കേൾക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. അത് ഇന്നത്തെ യുവാക്കൾ ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്നത്തെ യുവതികൾക്ക് അത് പഠിക്കാൻ കഴിയണം. ഇന്നത്തെ സഹോദരിമാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. ഓ സുഹൃത്തുക്കളെ,
അതുകൊണ്ടല്ലേ നര എന്ന് പറഞ്ഞാൽ അശ്ശൈബു നൂറുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വെളിച്ചമാണ്, പ്രകാശമാണ് നര എന്നത്. അത് സലൂണിൽ പോയി ബാർബറിനോട് തപ്പിപ്പിടിക്കാൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞ് മുറിച്ചെടുത്ത് കളയാനുള്ളതല്ല. അതുകൊണ്ട് മുസ്ലിമായി കൊണ്ടിരിക്കെ നിങ്ങളുടെ ശരീരത്തിൽ തലമുടി എത്ര കണ്ട് നരച്ചിട്ടുണ്ടോ, നിങ്ങളുടെ താടി രോമങ്ങൾ എത്ര കണ്ട് നരച്ചിട്ടുണ്ടോ, ഓരോ നരകൾക്ക് പകരം നിങ്ങൾക്ക് ഓരോ നന്മയുടെ പ്രതിഫലമുണ്ട് കേട്ടോ. ഓരോ നരകൾക്ക് പകരമായി അതിന് പകരം നിങ്ങൾക്ക് പദവി ഉയർത്തപ്പെടും കേട്ടോ. ഇത് അതാ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയോ. ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം ശ്രദ്ധിക്കുമ്പോൾ വീട്ടിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ വീട് വൃത്തിയാക്കേണ്ടുന്നതിനെ കുറിച്ച് നിങ്ങളോട് വാദം പറയേണ്ടതില്ല. എന്തേ കാരണം? ആ വീട് നിങ്ങളുടെ അധ്വാനം കൊണ്ടും നിങ്ങളുടെ ശ്രമങ്ങളെ കൊണ്ടാണ് ആ വീട് നല്ലവണ്ണം വൃത്തിയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മക്കളുടെ കാര്യത്തെ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മക്കളുടെ കാര്യം പ്രത്യേകിച്ച് മദ്രസയിലോട്ട് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇല്ലാതെ കണ്ടാൽ ഇപ്പൊ ഈ അടുത്ത് എനിക്ക് ഒരു സ്ഥലത്തേക്ക് വാലിനെ ക്ഷണിച്ചു. വാലിനെ ക്ഷണിച്ചപ്പോ ഞാൻ ഏറ്റെടുത്തു. അപ്പൊ സംഘാടകർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദെ ഇവിടെ വന്നിട്ട് വാല് പറയുമ്പോൾ പറയേണ്ടുന്ന വിഷയം കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മാനെ സ്നേഹിക്കൂ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വന്ന ശേഷം പിന്നെ ഇവന് ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല, അതിനെ കുറിച്ച് വാല് പറയണം. തലക്കീലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ സ്ഥലത്തേക്ക് ഡേറ്റ് ഏറ്റെടുത്തപ്പോ അവിടുത്തെ സംഘാടകർ എന്നെ വിളിച്ചിട്ട് പറയാണ്, എന്തേ ഇതിങ്ങനെ ആകാൻ കാരണം? ഞാൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ അടുത്ത് ഒരു ഉപ്പ ആ ഉപ്പാനോട് ഫോണിൽ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ മകന്റെ കാര്യത്തിൽ വലിയ ബേജാറിലാണ്. അൽഹംദുലില്ലാഹ്, എന്റെ മക്കളൊക്കെ ഇപ്പൊ ഖുർആൻ പഠിക്കുകയാണ്, ഹിഫ്ള് പഠിക്കുകയാണ്, ഖുർആൻ കാണാതെ പഠിക്കുകയാണ്. പക്ഷേ എന്റെ മൂത്ത മകന്റെ വിഷയത്തിൽ ഞാൻ വലിയ ബേജാറിലാണ്. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? എന്നോട് പറയാൻ പറ്റിയ വിഷയമാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തേ പറയാൻ പറ്റാത്തതൊന്നുമല്ല, പറയാൻ പറ്റാത്തതൊന്നുമല്ല, ഞാൻ അവനെ നല്ലവണ്ണം വളർത്തിയതാണ്. എന്നിട്ട് ഈ ഉപ്പ എന്നോട് പറഞ്ഞു, അവന് എന്നോട് വലിയ സ്നേഹമാണ്, ശരിയാണ്. ഇതുപോലെ ഞാൻ അവന് ഒരു കുറവും വരുത്തിയില്ല, നന്നായി വളർത്തി. ഒരു ദുശ്ശീലം അവനില്ല. അവൻ സിഗരറ്റ് വലിക്കാറില്ല, പുകവലിക്കാറില്ല, അവൻ വ്യഭിചാരിയല്ല, അവൻ ലഹരി ഉപയോഗിക്കുന്നവനല്ല, അവൻ ചീട്ടുകളിക്കാരനല്ല, അവൻ പഴയ തനിമയോടുകൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അവനൊരു കല്യാണം കഴിച്ചു. ഉപ്പ പറയാണ്, അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോ തെരഞ്ഞെടുത്തത് ആരാണ്? പെണ്ണിനെ തെരഞ്ഞെടുത്തത് അവൻ തന്നെയാണ്. അവനാണ് പെണ്ണിനെ തെരഞ്ഞെടുത്തത്. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മുടെ ഉപ്പ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മളെ വളർത്തിയത്. നമ്മുടെ ഉമ്മ എത്ര കഷ്ടപ്പെട്ട് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഉമ്മ വളർത്തിയത്. ആ ഉമ്മാക്കും ആ ബാപ്പക്കും നമ്മളൊരു ചാൻസ് കൊടുക്കണ്ടേ? നീ കണ്ടു കാണുന്ന ഏതോ ഒരു പെണ്ണിനെ നോക്കിയിട്ട് നിനക്ക് അവളുടെ സൗന്ദര്യം ചിലപ്പോ ഇഷ്ടപ്പെട്ടേക്കാം. അത് കണ്ട് മാത്രം നീ കല്യാണം കഴിച്ചാൽ നിന്റെ ഭാവി ജീവിതം തകർന്നുപോയി, നിന്റെ കുടുംബ ജീവിതം തകർന്നുപോയി.
എന്തേ കാരണം? നിന്റെ ഉപ്പാക്കുള്ള അനുഭവം നിനക്കില്ല, നിന്റെ ഉമ്മാക്കുള്ള അനുഭവം നിനക്കില്ല. നിനക്ക് എങ്ങനെയുള്ള ഭാര്യയാണ് വേണ്ടത് എന്നത് നിനക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നത് നിന്റെ ഉമ്മാക്കും ബാപ്പക്കുമാണ്. എന്നിട്ട് ഇവനിപ്പോ പറയാ, ഉപ്പാനെ കുറിച്ച് പറയാണ്, നന്റെ അബ്ബ നക്ക് എന്തു ആക്കി വെച്ച് പോയിട്ടില്ല. എന്താ പറഞ്ഞ? ഉമ്മമാർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപ്പ പറയാണ്, ഇവളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഇവൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ ഇവൾ പറയാണ്, എന്തെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ ചെറിയൊരു വിഷമം ഉണ്ടായാൽ ഇപ്പൊ ഇവൾ പറയാ, എന്താ നന്റെ അബ്ബ എന്തും ആക്കി വെച്ച് പോയിട്ടില്ല നക്ക് പറയണ വാക്കാണത്. എന്നിട്ട് ഇവൻ പറയാണ്, ഇവൻ ഒരല്പം അധ്വാനിക്കുമ്പോ വീട്ടിൽ ഉമ്മാക്ക് എന്തെങ്കിലും ചെലവിന് കൊടുക്കാൻ ഒരല്പം പ്രയാസപ്പെടുമ്പോ ഇവൻ പറയാണ്, ഉമ്മാനോട് പറയാണ്, അയൽബേ പോയി മറിച്ച് കബറിൽ കിടന്നിട്ട് എന്തെങ്കിലും ഒന്ന് ആക്കി വെച്ച് പോയി വലിയല്ല. ആരെ കുറിച്ച് പറയാണ്? ഉപ്പാനെ കുറിച്ച്. ഓ നാണമില്ലേ മക്കളെ ഈ വാക്ക് പറയാ? ലജ്ജയില്ലേ ചെറുപ്പക്കാരെ ഉപ്പാനെ കുറിച്ചത് പറയാ? എത്ര പ്രയാസപ്പെട്ടുകൊണ്ടല്ലേ ആ ബാപ്പ വളർത്തിയത്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ബാപ്പ വളർത്തിയത്. എന്നിട്ടും ആ ബാപ്പ ഇത്രയെല്ലാം പ്രയാസപ്പെട്ട് പോറ്റി വളർത്തിയപ്പോ ചിലപ്പോൾ സ്വന്തം വീടുണ്ടാക്കാൻ സാധിച്ചില്ല, ചിലപ്പോൾ നിനക്ക് വരുമാനത്തിന്റെ വഴി ഉണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ല. ഒരു ഉപ്പ മകനെ കുറിച്ച് പറഞ്ഞതാണ്. ആ മകൻ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. എന്താണ് പ്രയാസം എന്ന് ചോദിച്ചപ്പോ, പ്രയാസം മകൻ അവന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം കല്യാണം കഴിച്ചു. ആരെ കല്യാണം കഴിച്ചു? ഭംഗിയുള്ള ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചു. ദീനൊന്നും ഇല്ലാത്ത ഒരു പെണ്ണാണ്, ഭംഗിയുള്ള ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചു. ഭംഗിയുടെ അടിസ്ഥാനത്തിൽ ദീനൊന്നുമില്ല. അവസാനം ഈ ഉപ്പ പറയാണ്, എന്റെ മകന് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്ത് സ്ഥലം വാങ്ങിക്കൊടുത്തു, വീടുണ്ടാക്കി കൊടുത്തു. അതൊക്കെ ഈ മരുമകളുടെ പേരിലാണ് ചെയ്തു കൊടുത്തത്. അവസാനം ഈ മരുമകൾ എന്ത് ചെയ്തു? അവൾ വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ മകൻ വേറെയാണ്, അവൾ വേറെ ഒരുത്തന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞത് എന്തിനാണ്? ഇതുപോലെ നമ്മുടെ മക്കൾ ഒരിക്കലും മതപ്പതിക്കാൻ പാടില്ല. ബാപ്പാനെ അനുസരിക്കുന്ന മക്കളാകണം, ഉമ്മാനെ അനുസരിക്കുന്ന മക്കളാകണം. അതിന് ഉമ്മമാരെ കഴിവിന്റെ പരമാവധി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം കേട്ടോ.